എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആന്തരിക ഘടനയിലെ 7 ചക്രങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള താഴോട്ടുള്ള ചക്രങ്ങൾ, മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂരകം എന്ന് പറയുന്ന ചക്രങ്ങളാണ് നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ കുണ്ടലിനി ശക്തി എന്ന്. ഈ ഒരു ചൈതന്യം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ബോഡിക്കും മൈൻഡിനും അപ്പുറം തന്നെ പല രീതിയിലുള്ള ഊർജ്ജ തലത്തിലുള്ള കാര്യങ്ങൾ അനുഭവിച്ചറിയുന്നതാണ്. പലരും ചോദിക്കാറുണ്ട്, ലൈവ് ഈവൻസിൽ വരുമ്പം ചക്രങ്ങളൊക്കെ ആക്ടിവേറ്റ് ആവുമോ, പല രീതിയിലുള്ള ചോദ്യങ്ങൾ. പക്ഷെ ഞാൻ പറയാമല്ലോ, ബ്രാഹ്മി 21 ഡേയ്സിൽ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് പോലും എന്താണ് എനർജി ബോഡി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ പല രീതിയിലുള്ള ഈശ്വരീയ ചൈതന്യത്തിന്, നമ്മുടെ മൂലാധാരയിലുള്ള ആ ഒരു ചൈതന്യം ഉണർത്തുവാനും പല രീതിയിലും ഞാൻ പറയല്ലോ, മെൻ്റലിയാണ് എപ്പോഴും നമ്മുടെ എനർജി ബോഡിയിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ മെൻ്റലിയാണ് സ്ട്രോങ് ആവുന്നത്. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ബാഡ് കർമാസ് നമ്മുടെ മനസ്സിൽ കുറേ കൂടിക്കിടക്കുന്ന, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നേരത്തെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, അവിടെ നമ്മൾ ഊർജ്ജം കൊണ്ട്, ധ്യാനം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ പിൻവലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ വലിച്ചെടുത്തൊരു പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുക എന്നുള്ളതാണ് ധ്യാനത്തിലൂടെ. അപ്പം ബ്രാഹ്മി 21 ഡേയ്സ് എന്ന് പറയുന്നത് രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ളൊരു സമയത്താണ് നടത്തപ്പെടുന്നത്. ഈ 2 മണിക്കൂർ എൻ്റെ ഒപ്പം ഒരു നിർവികൽപ്പി സമാധി അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ധ്യാനം നിങ്ങളും കൂടി പരിശീലിക്കുമ്പം മന്ത്രക്രമീണത്തിലൂടെ തന്ത്രമാവുന്ന ഈ ശരീരത്തിനെ ആ ചൈതന്യത്തിലേക്ക് ഉയർത്തുന്ന സമയം ഒരു 21 ദിവസം കൊണ്ട് നമുക്കുണ്ടാവുന്ന ചേഞ്ചസ് വളരെ വലിയാണ്. ബ്രാഹ്മിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ നോക്കുമ്പോൾ ഇതുവരെ അറ്റൻഡ് ചെയ്തവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തുമാത്രം വലുതാണെന്നുള്ളത്. അപ്പം 21 ദിവസം കൊണ്ട് ഒരു പുതിയൊരു ശീലം, പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എണ്ണീറ്റും എന്താണ് ആദ്യം തന്നെ ആത്മാവിന് ചെയ്യുന്ന ആ ശുദ്ധീകരണത്തിലൂടെ ലൈഫിലുണ്ടാക്കാൻ പോകുന്ന മാറ്റമൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയുക. അപ്പോൾ നാളെ രാവിലെ മുതൽ ബ്രാഹ്മി 21 ഡേയ്സ് മെഡിറ്റേഷൻ ആരംഭിക്കും. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം.